ഒരുപാട് ന്യൂസ് ചാനലുകൾ ഇത് സംപ്രേഷണം ചെയ്തു തുടങ്ങി. സത്യത്തിൽ അഭിമാനം തോന്നുന്നു. ഇവിടെയുള്ള ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. പുതിയ വിഷയങ്ങൾ കിട്ടുമ്പോൾ പഴയ വിഷയങ്ങൾ തള്ളിക്കളഞ്ഞങ്ങ് പോകും. അങ്ങനെ ഈ ഒരു വിഷയം പുതിയതും പഴയതും ആവാനുള്ള സാധ്യത ഇല്ല എന്ന് എനിക്കറിയാം. 1000 കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് എന്നും ഭീകരമായിട്ടുള്ള ഒരു കണക്ക് തന്നെയാണ്. ആഷ്മി എന്ന് പറയുന്ന ആ നട്ടലിലുള്ള മാധ്യമപ്രവർത്തകൻ പറയുന്ന ഈ വാക്കുകളിലൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അവൾക്ക് പ്രായം 17 വയസ്സാണ്. കോളേജിലെ ആൺകുട്ടികളുടെ ആരാധനാപാത്രമാണ്. ഇരുവശത്തേക്ക് മുടി പിന്നിയിട്ട് ഒരു സുന്ദരിക്കുട്ടിയാണ്. പേര് സൗജന്യ. ഒരു നാൾ വൈകുന്നേരം കോളേജിൽ നിന്ന് ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള വഴിയിൽ നടക്കുന്നുണ്ട്. ആ സ്വപ്നങ്ങൾ അവസാനിച്ച ത്രിസന്ധ്യയിൽ ക്ഷേത്രനഗരിയിൽ ആ നേത്രാവതി പുഴയുടെ സ്നാനഘട്ടം കടന്ന സൗജന്യയെ പിന്നെ ആരും ജീവനോടെ കണ്ടവരില്ല. കാണാതാവലിന്റെ അടുത്ത നാൾ വസ്ത്രങ്ങളില്ലാതെ കരുനീരിച്ചൊരു പെൺകുട്ടിയുടെ നഗ്ന ശരീരം കാണപ്പെട്ടു. ദേഹമാസകരം മുറിവുകൾ, തലയോട്ടിയിൽ പൊട്ടൽ. ഓമനിച്ചു വളർത്തിയ അച്ഛനും അമ്മയ്ക്ക് മുന്നിൽ അപ്പോഴും പകപ്പ് മാറാത്ത മുഖത്തോടെ തെരുവിൽ കിടന്ന ഓമനമകൾ നേരിട്ടത് കൂട്ടബലാത്സംഗം, ബ്രൂട്ടൽ ടോർച്ചർ, അക്രമാസക്ത കൊല. ഏതോ ഒരു തലയ്ക്ക് സുഖമില്ലാത്ത ആളെ വ്യാജപ്രതിയാക്കി പിന്നീട് കോടതി തെളിവില്ലാത്ത ഇറക്കിവിട്ടതടക്കം ദൃക്സാക്ഷികളുടെ തിരോധാനങ്ങളടക്കം അന്വേഷണ വഴിയിൽ നടന്ന ഒന്നാം